വലിയ സങ്കടം തോന്നിപ്പോയി. ഇന്നലെ ഞാനിങ്ങനെ മംഗലാപുരത്ത് ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഫോണിലേക്ക് എന്റെ പതിയെ നല്ല പരിചയമുള്ള ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു. എന്താ മെസ്സേജ് എന്നറിയോ? മലപ്പുറം ജില്ലക്കാരനാ. ഇത് പാലക്കാട് ജില്ലയാണോ മലപ്പുറം ജില്ലയാണോ എന്ന് എനിക്കറിയില്ല. മലപ്പുറം ജില്ലയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മലപ്പുറം ജില്ലക്കാരനെ സുഹൃത്തിനോട് പറഞ്ഞു, നമ്മളെ നാടിന്റെ പോക്കെങ്ങോട്ടാണെന്നറിയില്ല. എന്താ ഇയാളത് പറയാനുള്ള കാരണം എന്നറിയോ? ഞാൻ കാസർഗോഡ് ജില്ലയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ്, നമ്മളെ പെൺകുട്ടികളെ വഴി എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. പെൺകുട്ടികൾ അധപ്പതനം എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. മുസ്ലിം നാമധാരികളായ പെൺകുട്ടികൾ അധപ്പതിച്ചു പോകുന്നതിന്റെ വഴി മനസ്സിലാകുന്നില്ല. ഉമ്മമാരെ, പത്രങ്ങളിൽ നിങ്ങൾ വായിക്കുന്നില്ലേ? ന്യൂസുകൾ നിങ്ങൾ കാണുന്നില്ലേ? മുസ്ലിം നാമധാരികളായ ചില പെങ്ങന്മാരാ, തലയിൽ അവർക്ക് തട്ടം കാണാനില്ല. തലയിൽ തട്ടം കാണാനില്ല. അത് മാത്രമല്ല, അവരുടെ സംസാരത്തിൽ ഇസ്ലാമില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് അവരെ ദുനിയാവിന്റെ സുഖത്തിലങ്ങ് ഏർപ്പെട്ടു പോയപ്പോ, ദുനിയാവിന്റെ ഭംഗിയിലങ്ങ് പെട്ടുപോയപ്പോ, അല്ലാഹ് നീ അവർക്കും ഹിദായത്തിന്റെ വെളിച്ചം തിരിച്ചു നൽകണം റഹ്മാനെ. ഒരു പെങ്ങന്മാരും ദുഷിച്ചു കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഒരു പെങ്ങന്മാരും മോശമാകണമെന്ന ചിന്തയില്ല. എന്റെ വയലുകൾക്കുന്ന പെങ്ങന്മാരെ, ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഏത് പെങ്ങളും ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കണമെന്നല്ലാതെ ഒരു പ്രസംഗിക്കുന്ന മുസ്ലിയാരെ മനസ്സിൽ കടന്നു വരൂല്ല. പറയുന്നത് വെറുപ്പ് കൊണ്ടാണെന്ന് ധരിക്കരുത്, പറയുന്നത് ദേഷ്യം കൊണ്ടാണെന്ന് ധരിക്കരുത്. ടിവിയിലും ചാനലിലും മുസ്ലിമീങ്ങളായ നാമധാരികളായ ചില പെൺകുട്ടികൾ, എന്റെ ഉമ്മമാരെ, അവര് വന്നിട്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കുകയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകൾ പറയുകയാണ്. ഇസ്ലാമിൽ നിന്ന് ഔട്ടായി പോകുന്ന വാക്കുകൾ പറയുകയാണ്. അല്ലാഹ് നമ്മളെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ. തുടങ്ങിയത് എവിടെ നിന്നാണ് എന്നറിയോ? തലയിൽ ധരിച്ചിരുന്ന തട്ടമില്ലേ, ആ മക്കളെ നല്ല വൃത്തിയിൽ കുത്തുന്ന പെങ്ങള് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഉമ്മ പറയുന്ന, മോളെ നീ ചെറിയ പെൺകുട്ടിയല്ലേ, നീ അങ്ങനെ അത്ര ശ്രദ്ധിച്ചൊന്നും ജീവിക്കാനുള്ള സമയമായിട്ടില്ല. നിന്റെ മുടിയൊന്നും അല്പം കണ്ടാലൊന്നും സാരമില്ല, വിവാഹം കഴിയുന്നത് വരെയൊക്കെ നല്ല നിലക്ക് ജീവിച്ചോളൂ എന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന ചില വിവരദോഷികളായ ചിന്ത കുറഞ്ഞ ഉമ്മമാരില്ലേ. ആ പെങ്ങളെ മനസ്സിലപ്പം തോന്നുകയാണ്, ഉമ്മയല്ലേ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത്, ഉമ്മാനെ ഭയപ്പെടണമെന്നല്ലേ ഉസ്താദ് വേദ പറഞ്ഞത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നല്ലേ ഉസ്താദുമാര് വേദ പറയാറുള്ളത്. ഉമ്മാന്റെ വാക്ക് തള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് മുഖയിൽ തലയിൽ ധരിച്ചിരിക്കുന്ന തട്ടമൊന്ന് പുതിയ മുടി കാണിക്കുന്ന വിധത്തിലാക്കിയതാ. അങ്ങനെ കോളേജിലേക്ക് ചെന്നപ്പോ ചെറുപ്പക്കാരന് തോന്നി, മുസ്ലിമായ ചെറുപ്പക്കാരന് തോന്നി, അല്ലാത്ത ചെറുപ്പക്കാരനും തോന്നി, ഇവൾ അത്ര ഈമാനോടെ ജീവിക്കുന്ന പെൺകുട്ടിയല്ല, ഇവളെ റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പത്തിൽ റെഡിയാണ്. ആ പെൺകുട്ടിയെ വളക്കാൻ, ആ പെൺകുട്ടിയെ ഹറാമിന്റെ വഴിയിലേക്ക് ക്ഷണിക്കാൻ, നിന്റെ പെൺകുട്ടിയെ അധപ്പതനത്തിന്റെ വഴിയിലേക്ക് തുറന്നു കൊടുക്കാൻ നിന്റെ ഒരൊറ്റ വാക്ക് കാരണമായി പോയുമാ, നമ്മളെ വാക്ക് കാരണമായി പോയുമാ. അപ്പൊ ഈ പെൺകുട്ടി അതാ തലയിലെ മുടിയും കാണിച്ച് മുന്നോട്ടേക്ക് വരാൻ തുടങ്ങി. പിന്നെ തലയിലെ മുടി കാണിക്കുന്നതിന് മടിയില്ല. അങ്ങനെയാണല്ലോ മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു തആല ഈമാനിന്റെ വെളിച്ചം കൊടുക്കും. ഈമാനിന്റെ വെളിച്ചം കൊടുക്കുമെന്ന് മാത്രമല്ല, ഞാനിപ്പോ വിശദമായി കിടക്കുന്നില്ല. തെറ്റ് ചെയ്യുമ്പോൾ ആദ്യം മനുഷ്യനൊരു ഹയാ അല്ലാഹു തആല നൽകും. ആദ്യത്തെ നിമിഷങ്ങളിൽ മലക്കുകൾ ഒരു ഉപദേശം നൽകും, ചെയ്യല്ല മോനെ. ആ തെറ്റ് ആവർത്തിച്ചങ്ങ് ചെയ്യുമ്പോ അവന്റെ മനസ്സിൽ നിന്നത് പൂർണ്ണമായി ഊരിപ്പോകാൻ അവന്റെ തെറ്റിന്റെ ആവർത്തനങ്ങൾ കാരണമായി പോയി. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കോളേജിൽ പോകുമ്പോ ഈ പെൺകുട്ടിക്ക് തോന്നി ഒന്ന് മുടിയും കാണിച്ചു പോകാം. അപ്പൊ കോളേജിൽ പോയി വന്നപ്പോ കോളേജിലെ മുടിയും കാണിച്ചു പോയപ്പോ അവിടെയുള്ള കൂട്ടുകാരൊക്കെ പ്രതികരണം കണ്ടപ്പോ ഈ പെൺകുട്ടിക്ക് തോന്നി ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മുടിയും കാണിച്ചു ഒരു ഫോട്ടോ ഇട്ട് എത്ര ലൈക്ക് കിട്ടുമെന്ന് നോക്കാം അല്ലെ. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ട് നോക്കുന്നത്. അപ്പൊ കുറെ ആളെ ലൈക്ക്, കുറെ ആളെ മെസ്സേജ്. മാഷാ അല്ലാഹ്, വല്ലാത്ത സന്തോഷം കിട്ടിയില്ലേ പെൺകുട്ടിക്ക്. ഉമ്മ അറിയില്ല, ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാം എന്താണെന്നറിയില്ല, എന്താ ഫേസ്ബുക്ക് എന്നറിയില്ല, എന്താ ടിക്ടോക്ക് എന്നറിയില്ല. ചായക്ക് കൂട്ടുന്ന കടിയാണോ എന്ന് ചോദിക്കണ്ട, നമുക്കറിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതിന് കാരണം എവിടെയാണ് എന്നറിയോ? ആ മക്കള് നല്ല തലപ്പാവ് ധരിച്ചിട്ട്, അല്ലെങ്കിൽ മക്കള് നല്ല തലമറിച്ചിട്ട് മദ്രസയിലെ ഉസ്താദ് പഠിപ്പിച്ച ആ ഭയത്തോടെ ജീവിക്കുമ്പോ നമ്മളൊരു വാക്കുകൊണ്ട് ആ പെങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളെ മകളുടെ ഈമാൻ ഊരിപ്പോകുന്ന വിധത്തിലേക്ക് നയിക്കുന്നതിന് ആ ഒരൊറ്റ വാക്ക് കാരണമായി പോയി.
അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സംസാരിച്ചു തുടങ്ങി, പിന്നെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതൊരു തെറ്റായി തോന്നാറില്ല. പിന്നെ ഏത് മുസ്ലിം ആകട്ടെ മുസ്ലിം ആകട്ടെ, ഏത് മതക്കാരനാകട്ടെ ഏത് ജാതിക്കാരനാകട്ടെ, കള്ള് കുടിച്ചവനാകട്ടെ കുടിക്കാത്തവനാകട്ടെ, കുടിച്ചവനോട് സംസാരിച്ചാൽ എന്താ സംഭവിക്കല്, കുടിക്കാത്തവനോട് സംസാരിച്ചാൽ എന്താ സംഭവിക്കല്, മതമുള്ളവനോട് കൂടെ നടന്നാൽ എന്താ സംഭവിക്കല്, മതമില്ലാത്തവന്റെ കൂടെ നടന്നാൽ എന്താ സംഭവിക്കല്, ഏത് അലവലാദിയുടെ കൂടെ നടന്നാലും എനിക്കൊന്നും പറ്റൂല എന്നുള്ള അഹങ്കാരത്തിലേക്ക് നിന്റെ മകളത് പതിച്ചു പോയില്ലേ? തുറന്നു കൊടുത്തതാരാ? ഉമ്മാനിയായി പോയി. പിന്നെ വിരല് കടിച്ചിട്ട് കാര്യമുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ്. ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഇങ്ങനെ ഹറാമിന്റെ വഴികൾ ഒരുപാടുണ്ട്. അങ്ങനെ ഞാൻ കാസർഗോഡിൽ നിന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇന്റർനെറ്റിൽ കയറി, അതുപോലെ മറ്റു മേഖലകളിൽ കയറിയിട്ട് ഉസ്താദുമാരെ നമ്പർ സംഘടിപ്പിച്ച്, അതേ സയ്യിദന്മാരെ നമ്പർ സംഘടിപ്പിച്ച്, അതുപോലെയുള്ള ആളുകളെ നമ്പർ സംഘടിപ്പിച്ച് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ നടക്കുന്ന ചില പങ്കന്മാരില്ലേ, അതുപോലെ ചില ഉസ്താദുമാരെ പിന്നാലെ നടക്കുന്ന ചില പങ്കന്മാരില്ലേ, ഓരോ നാട്ടിൽ നടക്കുന്ന ചെറുപ്പക്കാരെ പിന്നാലെ നടക്കുന്ന ചില ചെറുപ്പക്കാരികളില്ലേ. ഇതിനെക്കുറിച്ച് ഞാൻ വളരെ ശക്തമായി പറഞ്ഞപ്പോ എന്നോട് ചെറുപ്പക്കാരൻ പറയാണ്, എത്രത്തോളം നമ്മുടെ നാടുകളിലെ ചെറുപ്പക്കാരികൾ അത് പതിച്ചു പോയി എന്നറിയോ? നമ്മളെ ചെറുപ്പക്കാർ പുറകോട്ട് പോയി എന്നറിയോ? പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഒരു 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വേണ്ടതുപോലെ ഇല്ലാത്ത കാലമാണ്. അതുകൊണ്ട് ഇന്നത്തെ പോലെ ഹറാമ് പരന്നു കിടക്കാത്ത കാലമാണ്. ഇന്നത്തെ പോലെ ഹറാമ് ചെയ്യുന്ന കാലമല്ല. ഇന്നത്തെ പോലെ അന്യ പെണ്ണുമായുള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ വഴിയൊരുക്കുന്ന കാലമല്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചില ചെറുപ്പക്കാര് ഇപ്പോഴുള്ള ചില ചെറുപ്പക്കാരായ കുട്ടികളെ കാണുമ്പോൾ തോന്നുകയാണ്, ഞങ്ങൾക്ക് അതിനൊന്നും സാധിച്ചില്ലല്ലോ അല്ലാ. ഞങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഇൻസ്റ്റഗ്രാം ഇല്ലാതെ പോയല്ലോ, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് വാട്സപ്പ് ഇല്ലാതെ പോയല്ലോ, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഫേസ്ബുക്ക് ഇല്ലാതെ പോയല്ലോ. അന്നെങ്ങാനും അതുണ്ടായിരുന്നെങ്കിൽ അപ്പൻകുട്ടി എനിക്ക് കയ്യിലാക്കാമായിരുന്നു, അവളെ എനിക്ക് കെട്ടാമായിരുന്നു, അവളെ എനിക്ക് കയ്യിലാക്കാമായിരുന്നു, അവളെ ബാപ്പാക്കെതിരെ സംസാരിപ്പിക്കാമായിരുന്നു. ഈ ചിന്ത ഇങ്ങനെ ഓടി വന്ന അവസാനം അവൻ എത്തിയത് എവിടെയാണെന്നറിയോ? എങ്ങനെയുണ്ടൊരു അലുമിനി വിളിക്കാൻ? പഴയ കാലത്ത് സുഹൃത്തുക്കളെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട്, പെൺകുട്ടികളെയും കൂട്ടിയിട്ട് ഒന്ന് സ്കൂളിൽ ഒരുമിച്ച് കൂടാൻ എന്താ വഴി? ഒന്ന് സ്കൂളിൽ ഒത്തുചേരാൻ എന്താ വഴി? ഏത് മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ, കുട്ടിക്കാലത്ത് കണ്ട ഇക്കാക്കാനെ ഒന്ന് കാണണം, കൂടെ പഠിച്ചവരെ ഒന്ന് കാണണം, കൂടെ ഒന്നിച്ച് ബെഞ്ചിലിരുന്നവരെ ഒന്ന് കാണണം. ഇതിന്റെ പേരിൽ അലുമിനി വിളിച്ചിട്ട് പെൺകുട്ടികളെ നമ്പർ കൈമാറുന്ന വിധത്തിലേക്ക് നമ്മുടെ നാടുകളിലെ ചെറുപ്പക്കാർ അതപ്പതിച്ചു പോയി. വിദേശ രാജ്യത്ത് സമാധാനത്തോടെ ജോലി എടുക്കാൻ കഴിയുന്നില്ല, വിദേശ രാജ്യത്ത് സമാധാനത്തോടെ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് പെൺകുട്ടികൾ, അതേ ഞങ്ങളെ വിടുമോ? ഭർത്താക്കന്മാരെ വിളിച്ച് ചോദിക്കുകയാണ്, എന്റെ കൂടെ പഠിച്ച പെൺകുട്ടികൾ ഉണ്ടാകും, എന്റെ കൂടെ പഠിച്ചവരുണ്ടാകും, അതേ ആൺകുട്ടികളും ഉണ്ടാകും. സ്കൂളിൽ ഒരു ആഘോഷമാണ്, ഞാൻ പോയില്ലെങ്കിൽ ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് ഭാര്യമാര് വിളിച്ച് ചോദിച്ചാൽ എന്ത് പറയണമെന്നറിയുന്നില്ല. പോകണ്ടെന്ന് പറഞ്ഞാലോ ഭാര്യക്ക് വെറുപ്പിടിച്ചു പോയി. എന്റെ കൂടെ പഠിച്ച പെൺകുട്ടികളല്ലേ എവിടെയുള്ളത്? ഞാൻ ആൺകുട്ടികളോട് സംസാരിക്കാൻ പോകുന്നില്ലല്ലോ. ആ പെങ്ങളെ നീയത്ത് വളരെ ശരിയാണ് കേട്ടോ. ആ പെങ്ങളെ ചിന്തിച്ചത് കൂടെ പഠിച്ച ആൺകുട്ടികളെ പരിചയപ്പെടാനല്ല, പെൺകുട്ടികളെ പരിചയപ്പെടാനാണ്. അവിടെ എത്തിയപ്പോഴാ മനസ്സിലായത് അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അലുമിനിയുടെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുണ്ട്. അതിലേക്ക് നിന്നെയും ചേർക്കട്ടെ എന്നാ ചോദ്യം. അപ്പൊ എന്താ മറുപടി പറയേണ്ടത്? കൂടെ പഠിച്ച ആളുകളെ ചേർക്കാന്നല്ല, അതെന്ത് പറയാനാ? കാരണം ഇപ്പൊ കോളേജിൽ ഇറങ്ങി വരുന്ന കുട്ടികളൊക്കെ കയ്യും പിടിച്ചല്ലേ ഇറങ്ങി വരുന്നത്. ഉപ്പാന്റെ വേറെ ഭാര്യന്റെ മക്കളാണ് എന്ന് തോന്നിപ്പോകും, അല്ലെങ്കിൽ ഉപ്പാന്റെ വേറെ വലിയ ഭാര്യയിലുണ്ടായ മക്കളാണ് എന്ന് തോന്നിപ്പോകും. നാട്ടിലുള്ള എല്ലാവരും ഇവന്റെ പെങ്ങള് തന്നെ. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ കയ്യും പിടിച്ചിട്ട് ഇറങ്ങി വരുന്നതിന് മടിയില്ലാത്ത ചെറുപ്പക്കാരായ കുട്ടികളെ കണ്ട് ഇവന്റെ മനസ്സിൽ തോന്നുകയാണ്, എന്റെ കൂടെ പഠിച്ചവരും അങ്ങനെ തന്നെയല്ലേ. നമ്പർ കിട്ടുമ്പോഴേക്ക് എന്ത് സംഭവിക്കാനാ? ഒറ്റപ്പെട്ട ഏതെങ്കിലും മോശമായ ചിന്തക്കാരുണ്ടാകാം. അതേ സ്ഥാനത്ത് നല്ല ചിന്തയോടെയാണ് അലുമിനി വിളിച്ചത്. അവസാനം സംഭവിച്ചതറിയോ? അല്ലെങ്കിൽ സംഭവിക്കുന്നതറിയോ? 15 കൊല്ലം മുമ്പ് ഇവളുമായി ബന്ധമുണ്ടായിരുന്നവൻ വാട്സപ്പിലുണ്ട്. ഇവളെ നമ്പർ കണ്ടപ്പോ അവനൊന്ന് തോന്നി ഒന്ന് മെസ്സേജ് ചെയ്താലോ, ഒന്ന് മെസ്സേജ് അയച്ചു നോക്കിയാലോ. അപ്പൊ അവക്കും തോന്നി ഞാനൊന്ന് പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കാനോ? അവന്റെ കൂടെ 2 കൊല്ലം സ്വറ പറഞ്ഞ് കാലം കഴിച്ചു കൂട്ടിയതില്ലേ ഞാൻ. ഭർത്താവില്ലാത്ത സമയത്ത് ഒരു നേരം പോക്കാകട്ടെ, ഒരു സമയം പോക്കാകട്ടെ. ഓ എന്റെ പെങ്ങള്, നിന്റെ ഭർത്താവ് വിദേശ രാജ്യത്ത് പോയി അധ്വാനിക്കുന്നത് എന്തിനാ? അവന് തിന്നാനല്ല കേട്ടോ, അവന് വെള്ളം കുടിക്കാനല്ല കേട്ടോ. അതിന് നാട്ടിൽ രാവിലെ പെയിന്റിന്റെ പണിക്ക് പോയാൽ അവന് ധാരാളമാ, അതുപോലെ നാട്ടിൽ എന്തെങ്കിലും പണിക്ക് പോയാൽ അത് ധാരാളമാ. നിന്നെ നല്ല സുഖനിദ്രയിൽ കിടത്തണം എന്ന് കരുതിയിട്ട, നിന്റെ മക്കൾക്ക് കിടക്കാൻ നല്ല റൂം വേണമെന്ന് കരുതിയിട്ട, രാവിലെ തരുന്ന നാസ്ത നല്ല സംതൃപ്തിയുള്ളതാകണം എന്ന് കരുതിയിട്ടാണ്, നല്ല ഭക്ഷണം വാങ്ങിച്ചു തരണമെന്ന് കരുതിയിട്ടാണ്.
നിന്റെ ആവശ്യത്തിന് വേണ്ടി വിദേശ രാജ്യത്ത് അധ്വാനിക്കുന്ന ഭർത്താവിനോട് നീ വഞ്ചന ചെയ്താൽ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം വതറക്കിൽ ഖിയാന വഞ്ചന കൈയൊഴിച്ച് ജീവിക്കണേ പെങ്ങളെ. സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണാണെങ്കിൽ ഇവളെ എവിടെയാ മുസ്ലിമേ ഇവളെ വിശ്വസിക്കാൻ കൊള്ളല്. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതിന്റെ വഴികളായി ഒരുക്കി വരുന്ന ഏതെങ്കിലും അലുമിനികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓ എന്റെ പെങ്ങന്മാരെ തുടക്കത്തിൽ തന്നെ നമ്പർ കൊടുക്കാൻ പാടില്ല. ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ള എന്റെ കൂടെ പഠിച്ചിരുന്ന സുഹൃത്തുക്കളായ ആളുകൾ അവരുണ്ടാക്കിയ ഒരു അലുമിനിയുടെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ എന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ അവരോട് അതേ നോക്കിയപ്പോ ഒരൊറ്റ പുരുഷന്മാരല്ലാത്ത ഒരൊറ്റ പെൺകുട്ടികളില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് വലിയ താല്പര്യം തോന്നി. കാരണം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഹറാമ് ചെയ്യുന്നതിന് മടിയില്ലാത്തൊരു കാലമാണ്. ഹറാമിലെ വഴിയിലേക്ക് ആളുകളെ വിളിക്കുന്നതിന് മടിയില്ലാത്തൊരു കാലമാണ്. ആണും പെണ്ണും വാട്സപ്പിൽ ഒന്നായാൽ എന്ത് സംഭവിക്കാനാന്ന് ചിന്തിക്കുന്ന കാലമാണ്. എത്രത്തോളം ഞാൻ മെനഞ്ഞാന്ന് കാസർഗോഡ് വെച്ച് പറഞ്ഞിരുന്നു, ചില ഉസ്താദുമാര് തന്നെ നല്ല നീയത്തോടെയാകാം സ്വലാത്തിന്റെ ഗ്രൂപ്പ് തുടങ്ങിപ്പോയി. ഞാൻ ഈ അടുത്ത് പ്രസംഗിക്കുമ്പോൾ അവിടെയും പറഞ്ഞിരുന്നു, സ്വലാത്തിന്റെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നല്ല നീയത്തോടെ സ്വലാത്ത് ചെയ്യണമെന്ന് കരുതിയിട്ട് തുടങ്ങിയത്. പിന്നെ ഈ പെണ്ണിന് തോന്നുക എനിക്ക് ഈ ഉസ്താദല്ലാതെ വേണ്ട. ഈ വഴിയിലേക്കുള്ള പ്രശ്നങ്ങളുടെ വഴിയിലേക്ക് കാലെടുത്ത് വെക്കരുതേ ഉമ്മമാരെ. നിങ്ങൾ കണ്ടില്ലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമം? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമം കണ്ടില്ലേ? എന്റെ സ്വന്തം ഉമ്മാന്റെ മതി അനുജത്തിയുടെ മകള്. ആരെ മകള് എന്നാ ഞാൻ പറഞ്ഞത്? എന്റെ സ്വന്തം ഉമ്മാന്റെ അനുജത്തിയുടെ മകള്. എന്റെ ഉമ്മാന്റെ രക്തവും എന്റെ ഉമ്മയുടെ അനുജത്തിയുടെ രക്തവും ഒരേ ഉമ്മയിൽ നിന്നും ഒരേ ബാപ്പയിൽ നിന്നുമുള്ളവരാണ്. അവരിൽ നിന്ന് നിങ്ങൾ ആലോചിക്കണം, അവരെ മകള്, ആ ഉമ്മാന്റെ അനുജത്തിയുടെ മകള്, അവളെ എനിക്ക് കാണാൻ പറ്റൂല, അവളെ എനിക്ക് തൊടാൻ പറ്റൂല. ആ ഉമ്മാന്റെ പ്രിയപ്പെട്ട ആങ്ങള എന്റെ കാരണവർ എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയില്ലെന്ന് എനിക്കറിയില്ല. അമ്മാവൻ എന്ന് പറയും ചില നാട്ടുകാര്. ആ അമ്മാവൻ എന്റെ ഉമ്മയുടെ പേര് അനുജനാണ്, ചേട്ടനാണ്. അവർക്കുണ്ടായ പെൺകുട്ടികളെ എനിക്ക് തൊടാൻ പറ്റൂല, എനിക്ക് കാണാൻ പറ്റൂല. അല്ല മുസ്ലിയാരെ, ഇസ്ലാം എന്തിനായി ഇത്ര കടുപ്പമാക്കുന്നത്? അതേ ഹറാമിന്റെ വഴികൾ മുഴുവനും മടച്ചു കളയുകയാണ് ഇസ്ലാം. അവളെ കാണേണ്ട ആവശ്യം നിനക്കില്ലല്ലോ, അവളെ തൊടേണ്ട ആവശ്യം നിനക്കില്ലല്ലോ. നിനക്ക് നിന്റെ പങ്ങളില്ലേ, നിന്റെ ഭാര്യയില്ലേ? നിന്റെ സ്വന്തം ഉമ്മാന്റെ അനുജത്തിയുടെ മകളെ കാണാനോ തൊടാനോ ഇസ്ലാം അനുവദിച്ചില്ല. ഹറാമ് സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇസ്ലാം ഇത്ര കടുപ്പം എന്തിനാന്ന് ചിന്തിക്കണ്ട. ചിലപ്പം തോന്നാറുണ്ട് ഇസ്ലാം ഒന്നുകൂടി കടുപ്പമാകണമായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വായിച്ചില്ലേ, ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി നാട്ടിലേക്ക് പോകുന്നില്ല. ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നാട്ടിലേക്ക് പോകുന്നില്ല. രണ്ട് പെൺകുട്ടികളോട് വിളിച്ചിട്ട് അതേ ചോദിച്ചു, എന്താ നിങ്ങൾ നാട്ടിലേക്ക് പോകാത്തത്? അത് ഈ പെൺകുട്ടികളെ മറുപടി കേട്ടോ, നിങ്ങൾ വീട്ടിൽ പോയാ അച്ഛൻ വ്യഭിചരിക്കൂന്നാ പറയുന്നത്, അച്ഛൻ ബലാത്സംഗം ചെയ്യൂന്നാ പറയുന്നത്. ഇസ്ലാം ശരിക്കും സ്വന്തം ബാപ്പനെ കാണരുത് എന്ന് പറയുമായിരുന്നു. നിർവാഹമില്ലല്ലോ. അതുകൊണ്ടാ ഇസ്ലാം അത്ര കർശനമായി പറഞ്ഞത്. സ്വന്തം ഉമ്മാന്റെ അനുജത്തിയുടെ മകളെ നീ നോക്കാൻ പാടില്ല, സ്വന്തം ഉമ്മാന്റെ അനുജത്തിയുടെ മകനെ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇത് മുസ്ലിയാര് വയത് പറഞ്ഞാൽ മുസ്ലിയാര് പഴഞ്ചനായി പോയല്ലേ, മുസ്ലിയാര് ഉലകം തിരിയാത്തവനായി പോയല്ലേ. അതാ ഞാൻ പറയൂ, സ്വന്തം അച്ഛൻ പെൺകുട്ടികളെ വ്യഭിചരിക്കുന്ന കാലം, സ്വന്തം അച്ഛൻ സ്വന്തം പെൺകുട്ടികളെ പോയി ബലാത്സംഗം ചെയ്യുന്നതിന് മടിയില്ലാത്ത കാലമാ മുസ്ലിമേ. ഈ കാലം മുഴുവനും കണ്ടിട്ടാ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ നിയമം പറയുന്നു വളരെ കർശനമായി എന്ന് പഠിപ്പിച്ചു. എന്റെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയത് കേൾക്കുന്ന പെങ്ങന്മാരെ, അലുമിനിയുടെ ഗ്രൂപ്പുകൾ വേണ്ടാന്നല്ല, പുരുഷന്മാര് മാത്രമുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോളി, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പെൺകുട്ടികൾ മാത്രമുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോളി, നിങ്ങൾ നല്ലത് ചർച്ച ചെയ്തോളി, നല്ലത് പ്രവർത്തിച്ചോളി, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അതേ സ്ഥാനത്ത് അന്യ പുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്ന അത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നമ്മളെ പെൺകുട്ടികൾ അതപ്പതിച്ചു പോകുന്ന വഴികൾ തുറന്നു കൊടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഭാര്യമാരോട് പറയണം, അത്തരം ഒരു ഗ്രൂപ്പ് അനുവദിക്കൂല എന്ന് പറഞ്ഞേക്കാം. ഭർത്താവിനോട് നിങ്ങളും പറഞ്ഞോളൂ, ആർക്കും എന്നോട് കംപ്ലൈന്റ് വേണ്ട. ഭർത്താവിനോട് പറഞ്ഞോളൂ, ഒരു പെൺകുട്ടിയുള്ള ഗ്രൂപ്പിലേക്ക് ചേരാൻ നിങ്ങൾ അനുവദിക്കൂല എന്ന് ഭർത്താവിനോട് പറയണം. രണ്ടുപേരും പരസ്പരം നന്മക്ക് വേണ്ടി സഹകരിക്കണം, നന്മക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത്. അപ്പൊ ചില ആളുകൾക്ക് തോന്നും, വാട്സപ്പിൽ ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് വരുമ്പോഴേക്ക് എന്ത് സംഭവിക്കാനാ മുസ്ലിയാരെ, എന്ത് സംഭവിക്കാനാ? സംഭവിക്കുന്ന കഥകളാ ഞാൻ പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോ വാട്സപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോ പണ്ട് ഉണ്ടായിരുന്ന പ്രേമത്തൊക്കെ കുറിച്ച് ഓർമ്മ വരും. പിന്നെ കൈ കുട്ടികളുടെ ഓർമ്മ ഉണ്ടാകൂല. അപ്പോഴാ 3 കുട്ടികളുടെ ഉമ്മ, ആ ഉമ്മ മക്കളെ കൊണ്ട് പോയി കിണറ്റിൽ എറിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.